അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയത്തിലുള്ള അസാധ്യത, മറ്റു പ്രിയപ്പെട്ട കൂട്ടുകാർ, അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒട്ടുമിക്ക എല്ലാ വിഷയങ്ങളും ലോകത്തിൻ്റെ ഓരോ മൂലകളിലും ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്നിൻ്റെ വർത്തമാന കാലത്ത് വലിയ പരിസ്ഥിതിക്കെന്നല്ല, മനുഷ്യന് തന്നെ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന വിഷയവും, എന്നാൽ തീരെ തന്നെ മനുഷ്യ ശ്രദ്ധയിലേക്ക്, മനുഷ്യൻ്റെ മനോതലങ്ങളിലേക്ക് കടന്നു വരാത്ത വേസ്റ്റ് കൊളോണിയലിസം എന്ന ടേമിനെ കുറിച്ചാണ് ഇന്ന് വാചാലനാവുന്നത്. അയൽക്കാരൻ്റെ മതിലിനപ്പുറത്തേക്ക് തൻ്റെ മാലിന്യങ്ങൾ, താൻ ഉപയോഗിച്ചു കഴിഞ്ഞ തൻ്റെ മാലിന്യങ്ങൾ തട്ടിക്കളയാമെന്ന ഏതോ നൂറ്റാണ്ടിലുള്ളൊരു വിചാര തലവുമായി ജീവിക്കുന്ന മനുഷ്യൻ എപ്പോഴും അവൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു പ്രത്യേകതയാണത്. താൻ തെറ്റുകാരനല്ലെന്നും, ഒപ്പം കൂടെയുള്ളവനെ തെറ്റുകാരനാക്കാനും അതേപടി മോശക്കാരനാക്കാനും ശ്രമിക്കുന്ന ഒരു തലത്തിലുള്ള വർഗീകരണം ലോകത്തെമ്പാടും എക്കാലത്തുമുണ്ട്. ഗ്ലോബൽ സൗത്ത് അഥവാ അവികസിത രാജ്യങ്ങളായിട്ടുള്ള ആഫ്രിക്ക, ഏഷ്യയിലെ തന്നെ പല രാജ്യങ്ങളിലും, അമേരിക്കയും ചൈനയും പോലത്ത, ജപ്പാനും പോലത്ത മറ്റു പല ഇലക്ട്രോണിക് യുഗങ്ങളിൽ രാജാക്കളായിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ ഇലക്ട്രോണിക് മാലിന്യങ്ങളടക്കം മറ്റുള്ള പല മാലിന്യങ്ങളും അവരുടെ ചവറ്റുകൊട്ടയായി മറ്റു ചില രാജ്യങ്ങളെ കണക്കാക്കുന്നുണ്ട്. ഇവിടെ പാരിസ്ഥിതികമായും എന്നല്ല, മനുഷ്യന് തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഘാനയിലെ ആക്ര എന്നുള്ള നഗരത്തിൽ, ആ നഗരത്തെ പരിചയപ്പെട്ടു നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാലിന്യ കേന്ദ്രമായിട്ട് ഇന്ന് ആ ഒരു നഗരം മാറുന്നതിൻ്റെ അവസ്ഥയിലേക്ക്, അതിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അക്ര എന്നല്ല, ഘാനയടങ്ങുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുഴുവനും ഇത്തരത്തിൽ സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടി റീസൈക്കിൾ, റെഡ്യൂസ്, അതുപോലെ തന്നെ റീയൂസ് എന്നൊക്കെയുള്ള തൻ്റേതായിട്ടുള്ള പല ടൈറ്റിലുകളും നൽകി മറ്റു രാജ്യങ്ങൾ അവരിലേക്ക് നൽകുന്ന മാലിന്യങ്ങൾ എന്തുകൊണ്ടോ ഇന്ന് പല രാജ്യങ്ങളും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥാന്തരം കൂടി നമ്മുടെ ഇന്നിൻ്റെ വർത്തമാന കാലത്തിലുണ്ട്. താൻ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ തന്നെ നിന്ന് പുതിയ കാല ഭാവിയിലേക്കോ മറ്റോ ചിന്തിക്കാതെ, വികസനത്തിലേക്കോ എന്നല്ല, മനസ്സിൻ്റെ വികസനത്തിലേക്ക് പോലും ചിന്തിക്കാത്ത രാജ്യങ്ങളുള്ള ഒരു ഭൂമിയിലാണ് നാം ഇപ്പോഴും ജീവിച്ചു വരുന്നത്. അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, റീസൈക്കിൾ ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടൈറ്റിലിനടിയിൽ ഒരുപാട് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യങ്ങളെ
ചവറ്റുകുട്ടയാക്കുന്ന ഒരു സാഹചര്യം, ഇത് പാരിസ്ഥിതികമായി മനുഷ്യന് പല രോഗങ്ങളും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മറ്റു പല ബുദ്ധിമുട്ടിലേക്കും നയിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. ഇതിലേറെ നമ്മളെല്ലാവരും അനുഗമിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു രാജ്യമാണ് തുർക്കി എന്നുള്ളത്. തുർക്കിയിലെ 3 ലക്ഷത്തോളം പേർ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ റീയൂസ്, അതിൻ്റെ റീസൈക്കിൾ, അതിൻ്റെ റെഡ്യൂസ് പോലത്തെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ജീവിതം പുലർത്തുന്നവരുണ്ട്. അത്തരത്തിലുള്ള വലിയ ചിന്താഗതിയുള്ള രാജ്യവും നമുക്കിന്ന് കാണാൻ കഴിയും. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ സഞ്ചരിച്ചു നോക്കുമ്പോൾ വളരെ വൃത്തിയുള്ള, നന്നായി ചിട്ടപ്പെടുത്തിയ ഓരങ്ങളും വഴികളും നമുക്ക് കാണാൻ കഴിയും. ഈ രാജ്യങ്ങൾ എന്തേ ഇങ്ങനെ, എൻ്റെ രാജ്യം എന്തേ ഇങ്ങനെ എന്നുള്ള തുലനങ്ങൾ പലരും നടത്തി നോക്കിയിട്ടുമുണ്ടാകും. ഇതിനെല്ലാം പിന്നിൽ വലിയ അജണ്ടകൾ നടക്കുന്നതും, എന്നാൽ ഈ അജണ്ടകളെയെല്ലാം വളരെ നന്നായി കൊണ്ട് തന്നെ സ്വീകരിക്കുന്ന മറ്റു പല രാജ്യങ്ങളുമുണ്ട് എന്ന് ഞാൻ മുന്നേ പറഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏത് വേസ്റ്റുകളും ഏത് മാലിന്യങ്ങളും തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ ഓരോ പൗരനും നന്നായി അവന് ജീവിക്കാനുള്ള ഒരു അസറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഭരണകർത്താക്കളുള്ള രാഷ്ട്രത്തിൽ പുതിയതേതെന്നും ചിന്തിക്കാത്ത, വികസനമെന്നും വേണ്ടെന്നു പോലും, അല്ലെങ്കിൽ വികസനമെന്ന ആ ഒരു നിർവചനത്തെ ശരിയായി മനസ്സിലാക്കാത്ത ജനങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി തന്നെയാണ് ഇതിൻ്റെ എല്ലാം ആരംഭം കുറിക്കുന്നത്. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വ്യത്യസ്ത രാജ്യങ്ങൾ, ഒരു വർഗീകരണം, മുതിർന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിതമായ സമ്പന്നതയുള്ള രാജ്യങ്ങൾ മറ്റൊരു രാജ്യങ്ങളെ ചവറ്റുകുട്ടകളാക്കുന്നത് മൂലം ലോകനീതി അവിടെ നിഷേധിക്കപ്പെടുകയാണ്. ഇത് മനസ്സിലാക്കുകയും ഇതിന് വേണ്ടുന്നതായ ഈ റീസൈക്കിൾ പോലത്തെ മറ്റു പല പരിഹാരങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് പറഞ്ഞു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.